CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം പുറത്തേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ ക്വാർട്ടർ മത്സരത്തിന് വേണ്ടി നിലവിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഈ ഒരു മത്സരത്തിലെ എതിരാളികൾ എന്നുള്ളത് ISL ജേതാക്കളായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കൂടിയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായിക്കൊണ്ട് ഇറങ്ങാൻ സാധ്യത ഒരു പോസിബിൾ ലൈനപ്പും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുടെ മജീഷ്യൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ കപ്പിലെ വളരെ പ്രതീക്ഷയേറിയിട്ടുള്ള രണ്ടാമത്തെ മത്സരം വരികയാണ്. ഏതായാലും ഈ ഒരു ക്വാർട്ടർ മത്സരം വരുന്നത് ഏപ്രിൽ 26-ാം തീയതി അഥവാ ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 4:30 കൂടി തന്നെയാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആദ്യ മത്സരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിച്ചുകൊണ്ടാണ് അടുത്ത ഈ ഒരു മത്സരം കളിക്കാൻ വരുന്നത് എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ B ടീമിനെ ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ സാധ്യത കൂടുതലാണ്. നമുക്കറിയാം മോഹൻ ബഗാന്റെ ആദ്യ മത്സരമായിട്ടുള്ള ചർച്ചിൽ ബ്രദേഴ്സ് FCക്ക് എതിരായുള്ള ആ ഒരു മത്സരം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാന്റെ ഈ ഒരു സീസണിലെ ആദ്യ മത്സരം തന്നെയായിരിക്കും ഇത് എന്നുള്ളത്. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർ എല്ലാവരും നിലവിൽ വളരെയധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അഡ്രിയാൻ ലൂണയുടെ പരിക്കിനെ തുടർന്ന്. ഏതായാലും ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രകാരം അഡ്രിയാൻ ലൂണ നിലവിൽ ട്രെയിനിങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അടുത്ത മത്സരമായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായുള്ള മത്സരത്തിൽ ലൂണ തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സരം പോലും അല്ലായിരുന്നു നമുക്ക് ഈ ഒരു സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരാളും പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ഒന്നും അല്ല ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പ്ലേയേഴ്സും പിച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ കീഴിൽ നല്ല രീതിയിൽ മികച്ച പ്രകടനമാണ് എല്ലാ താരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർ കപ്പിലെ സീസണിലെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷയും ആകാംക്ഷയും ഒക്കെ ഉണ്ട്. കാരണം ഇത്രയും കാലമായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു കപ്പ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേവിഡ് കാറ്റാല എന്നുള്ള ഈ ഒരു പരിശീലകന്റെ കീഴിൽ ഏതായാലും ആദ്യത്തെ സൂപ്പർ കപ്പെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും കരുതപ്പെടുന്നതും. ഏതായാലും അധികം ലാഗടിപ്പിക്കാതെ നമുക്ക് നേരെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഈ ഒരു മത്സരത്തിൽ അഥവാ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുള്ള ഈ ഒരു മത്സരത്തിലെ പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കാം. കാറ്റാലയുടെ ഇഷ്ട ഫോർമേഷൻ ആയിട്ടുള്ള 4-4-2 എന്ന ഫോർമേഷൻ തന്നെയാണ് ഈ ഒരു ലൈനപ്പിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഏതായാലും ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കുവാൻ വേണ്ടി സച്ചിൻ സുരേഷ് ഉണ്ടാവും. ഇനി ഡിഫൻസിലേക്ക് വരികയാണ് വികാസ് സിംഗ്, ഐബൻ ഡോഹ്ലിംഗ് കൂടാതെ തന്നെ മിലോസ് റിൻജിജി അതോടൊപ്പം തന്നെ നവോച്ച സിംഗ് എന്നിവരെയും നമുക്ക് കാണാൻ സാധിക്കും. സെന്റർ ഡിഫൻഡേഴ്സുകളായിക്കൊണ്ട് മിലോസ് റിൻജിജും വികാസും കളിക്കുമ്പോൾ റൈറ്റ് ഡിഫൻഡർ ആയിക്കൊണ്ട് ഐബൻ ഡോഹ്ലിംഗും ലെഫ്റ്റ് ഡിഫൻഡർ ആയിക്കൊണ്ട് നമുക്ക് നവോച്ച സിംഗിനെയും കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഏതായാലും മിഡ്ഫീൽഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ലഗാട്ടോറിനെയും അതോടൊപ്പം തന്നെ വിപിൻ മോഹൻ എന്ന മലയാളി താരത്തെയും നമുക്ക് കാണാൻ സാധിക്കും. ഇരുവർക്കും തൊട്ട് സൈഡിലായിക്കൊണ്ട് റൈറ്റിൽ നമുക്ക് ഡാനിഷ് ഫാറൂഖിനെയും ലെഫ്റ്റിൽ നമുക്ക് അഥവാ ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും കൂടാതെ തന്നെ ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിട്ടും കളിക്കാൻ കെൽപ്പുള്ള ഒരു താരമായിട്ടുള്ള നോഹ സദോയി നമുക്ക് ആ ലെഫ്റ്റ് വിങ്ങിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഏതായാലും മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ഗാന സ്ട്രൈക്കർ ആയിട്ടുള്ള ക്വാമെ പെപ്പറയും അതോടൊപ്പം തന്നെ ജീസസ് സിംലിസിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഈസ്റ്റ് ബംഗാൾ FCക്ക് എതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ജീസസ് സിംലിസ് എന്നുള്ള ആ ഒരു താരത്തെ ഒറ്റക്കൊന്നും മുൻപിൽ പിടിച്ചിടരുത് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് ഒറ്റക്കൊന്നും ബോൾ കൺട്രോൾ ചെയ്ത് പോകാനുള്ള കെൽപ്പില്ല എന്നുള്ളത് നമുക്ക് ആ ഒരു മത്സരം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിക്കൊണ്ട് മുന്നിൽ കളിക്കാൻ അഥവാ ഫോർവേഡ് നിലയിൽ കളിക്കാൻ കെൽപ്പുള്ള ഒരു താരത്തെ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ആ രണ്ട് പ്ലേയേഴ്സും നല്ല രീതിയിൽ കളിക്കുകയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല നല്ല ഗോളുകൾ സ്കോർ ചെയ്യുകയും കണ്ടെത്താനാവും എന്നൊക്കെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നിയിട്ടുള്ള ഒരു ലൈനപ്പും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഈ ഒരു മത്സരത്തിലെ സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകളും അനാലിസിസ് വീഡിയോകളും ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.